തൃശൂർ ജില്ലയിൽ കാട്ടാന ശല്യം ഒഴിവാക്കാനായി അതിരപ്പള്ളി മേഖലയിൽ സ്ഥാപിച്ച സൗരോർജ തൂക്കുവേലി കാട്ടാനക്കൂട്ടം തകർത്തു. വെറ്റിലപ്പാറ, പിള്ളപ്പാറ, പായമ്മക്കടവ് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച വേലികളാണ് തകർത്തത്. നിർമ്മാണത്തിലെ അപാകതയാണ് ആനക്കൂട്ടത്തിന് വേലികൾ തകർക്കാൻ എളുപ്പമായതെന്നാണ് ആക്ഷേപം. വെറ്റിലപ്പാറ, പിള്ളപ്പാറ എന്നിവിടങ്ങളിൽ ഓരോ സ്ഥലത്തും പായമ്മക്കടവിൽ 3ഇടത്തുമാണ് തൂക്കുവേലി കാട്ടാനക്കൂട്ടം തകർത്തിരിക്കുന്നത്. അതിരപ്പള്ളി മേഖലയിൽ സ്ഥാപിച്ച സൗരോർജ തൂക്കുവേലിയും കാട്ടാനക്കൂട്ടം തകർത്തു. വേലിയോട് ചേർന്ന് നിൽക്കുന്ന മരച്ചില്ലകൾ വേലികളിൽ തട്ടുന്നതുമൂലം വൈദ്യുതിയുടെ പ്രഹരം കുറയും. ഈ ഭാഗങ്ങളിലാണ് വേലികൾ കൂടുതലായും തകർത്തിരിക്കുന്നത്. വേലി നിർമ്മാണം ശാസ്ത്രീയമല്ലെന്ന് വനം വകുപ്പ് പ്ലാന്റേഷൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗനിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. ഞായറാഴ്ച ഈ സാധനം പൊളിച്ചിട്ട് ഇവരോട് കോൺട്രാക്ടർ വിളിച്ച് പറഞ്ഞു, ഈ സാധനം വന്ന് ശരിയാക്ക്, ആന കയറും. അവരത് ഒരു ഭാഗ്യം വെച്ചില്ല. കാരണം ഇന്നാണ് അവര് രാവിലെ ഇത് കെട്ടാൻ വന്നതാണ്. ഇന്നലെ മിന്നാന്ന് ആന ഇവിടെ കയറി തവിട്ട് പൊടിയാക്കിണ്ട്. ഇവിടെ വേലിയും ഈ സാധനങ്ങളും മുഴുവൻ നശിപ്പിച്ചു. ഫോറസ്റ്റ് അധികാരികളോട് ഈ മരം മുറിച്ച് മാറ്റാൻ പറഞ്ഞിട്ട് ഈ നേരം വരെ അവര് അത് ചെയ്തല്ല. അവർ വന്ന് മാർക്ക് ചെയ്താണ്ട് പോകുന്നതല്ലാണ്ട് ഇവർ ഈ സാധനം മുറിച്ച് മാറ്റില്ല. ഈ സാധനത്തിന് നമ്മൾ ഫുൾ പവർ കൊടുത്താലാണ് ഇത് നിലനിൽക്കുള്ളൂ. കാരണം നിലനിൽക്കോ നിൽക്കില്ല എന്ന് നമുക്കറിയില്ല ഇതിന്റെ സംഭവം. കാരണം ഇത് കൊടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് കൊടുത്തിട്ടില്ല. അവരിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്തിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതുമാരെ തന്നെ ഇന്നലെ ഞങ്ങൾ ഇവിടെയുള്ള നാട്ടുകാരൊന്നും ഉറങ്ങിയില്ല. നബാർഡിന്റെ സഹകരണത്തോടെ ചാലക്കുടി വനം ഡിവിഷനിൽ 2.24 കോടി രൂപ ചെലവിട്ടാണ് വൈദ്യുതി വേലി സ്ഥാപിച്ചത്. അതിരപ്പള്ളി, പരിയാരം പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന വിരിപ്പാറ മുതൽ കണ്ണങ്കുഴിത്തോട് വരെയുള്ള 18 കിലോമീറ്റർ ഭാഗത്തും ചാലക്കുടി, വാഴച്ചാൽ ഡിവിഷനുകളിലായി 80 കിലോമീറ്ററോളം ദൂരത്തിലും വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇത്രയും അധികം ദൂരത്തിൽ സൗരോർജ തൂക്കുവേലി സ്ഥാപിക്കുന്നത് ആദ്യമായാണ്. വന്യജീവികളുടെ ശല്യം ഒഴിവാക്കാനായി ട്രഞ്ച്, വൈദ്യുത വേലി എന്നിവ സ്ഥാപിച്ചിട്ടും ഫലമില്ലാതായതോടെയാണ് സൗരോർജ തൂക്കുവേലി പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചത്. എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണവും കെടുകാര്യസ്ഥതയും മൂലം കോടികൾ ചിലവിട്ട ഈ പദ്ധതിയും അവതാളത്തിലാവുകയാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.